ഇന്ന് ഞാനൊരു വാൾ ഡെക്കർ എംബ്രോയിഡറി ആണ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ക്യാൻവാസിലോ ഹൂപ്പിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആർട്ടാണ്. ഏകദേശം ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പാറ്റേൺ ഫാബ്രിക്കിലൊന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഈ ഒരു ആഷ് കളറിലുള്ള ത്രെഡ് 6 സ്റ്റാൻസിലാണ് എടുത്തിട്ടുള്ളത്. ഫില്ലിംഗ് ആയിട്ടുള്ള സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്യാപ്പുകൾ ഇല്ലാത്ത രീതിയിൽ ഫില്ലിംഗ് ആയിട്ട് തന്നെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ലൈൻ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 6 സ്റ്റാൻസിൽ തന്നെയാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ ഈ ഒരു എഡ്ജ് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്തെടുക്കുന്നതും സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. 6 സ്റ്റാൻസിൽ തന്നെയാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. ഗ്യാപ്പുകൾ ഇല്ലാത്ത രീതിയിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ട്രീ ചെയ്തെടുക്കുന്നത് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. 6 സ്റ്റാൻസിൽ തന്നെയാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്.
ലീഫുകൾ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നോട്ടുകൾ ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ലീഫുകൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. റിംഗ് നോട്ട് ചെയ്തെടുക്കുന്നത് പോലെ കുറച്ച് ലൂസ് ചെയ്തിട്ടാണ് ഈ ഒരു നോട്ടുകൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് ചെയ്തെടുക്കാനായിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡ് 6 സ്റ്റാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ റെഡ് കളറിലും ലൈറ്റ് ബ്ലൂ കളറിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നോട്ടുകൾ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്